പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് എൻ്റെ കർത്താവിന് മാന്യവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. ഈ വിലപ്പെട്ട സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധനയും കർത്താവ് ഒരുക്കിയ അവസരങ്ങൾക്ക് നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, നാം ആരാധിക്കുന്ന ദൈവം, നാം പ്രാർത്ഥിക്കുന്ന ദൈവം നമുക്ക് മറുപടി തരുന്ന ദൈവമെന്ന് ഈ ദിവസങ്ങളിൽ ദൈവം തെളിയിക്കും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എത്രത്തോളം വിടുതലുണ്ടെന്നും നമ്മുടെ പ്രാർത്ഥന എത്രത്തോളം ഗൗരവമുള്ളതാണെന്നും തെളിയിക്കുന്നൊരു ദൈവമുണ്ട്. നാളുകൾ കൊണ്ട് നാം പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങൾക്കും നമുക്കൊരു ചോദ്യമുണ്ടാകും, എന്താ കർത്താവ് കേൾക്കാത്തതെന്ന്. എന്നാൽ വചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക, കർത്താവ് നമുക്ക് മറുപടികളെ തന്ന് തെളിയിക്കുവാനിടയായിത്തീരും. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 39-ാം വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: ജനമെല്ലാം അതു കണ്ട് കവിണു വീണു. യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. വളരെ സുപരിചിതമേറിയ ഒരു ഭാഗമാണ് രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം നമ്മെ പരിചയപ്പെടുത്തുന്ന ഏലിയാവ് കർത്താവിൻ്റെ ദൈവത്തിൻ്റെ ഒരു പ്രവാചകനായി, ശുശ്രൂഷകനായി അസാധാരണമായി ഉപയോഗിക്കപ്പെടുന്നൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ വൻ ശക്തി എന്ന പോലെ ബാലിൻ്റെയും അശേരയുടെയും പ്രവാചകന്മാർ അവർക്ക് ചെയ്യാവുന്ന വിധത്തിലുള്ള കാര്യാദികളൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നൊരു കാലഘട്ടം. ഇസബേലിൻ്റെ പൂജാഗിരികളും പൂജകളും ഇസബേൽ ഒരുക്കുന്ന, പ്രാർത്ഥിക്കുന്നവനെതിരെയൊക്കെ ഒരുക്കുന്ന വിഷയങ്ങളെയൊക്കെ കണ്ട് ഏലിയാവ് ചോദിക്കുന്ന ചോദ്യമുണ്ട്. 21-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അപ്പോൾ ഏലിയാവ് അടുത്ത് ചെന്ന് സർവ്വജനത്തോടും, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വയ്ക്കും? യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പീൻ, ബാലെങ്കിലോ അവനെ അനുഗമിപ്പീൻ എന്ന് പറഞ്ഞു. എന്നാൽ ജനം അവനോടൊന്നും ഉത്തരം പറഞ്ഞില്ല. ഏലിയാവ് ഈ വിഷയങ്ങളെയൊക്കെ കണ്ടിട്ട് വളരെ വേദനയോടെ, ഭാരത്തോടെ അവരോട് ചെന്ന് ചോദിക്കുന്ന ചോദ്യമാണ്: നിങ്ങൾ എന്തിനാ 2 തോണിയിൽ കാൽ വയ്ക്കുന്നത്? ദൈവം യഹോവയാണല്ലെങ്കിൽ, യഥാർത്ഥ ദൈവം നാം ആരാധിക്കുന്ന ദൈവമാണെന്ന് പറയുമ്പോൾ അവിടെയും, ബാലാണെന്ന് പറയുമ്പോൾ അവിടെയും ചെന്ന് രണ്ടിടത്തും ഒരുപോലെ ചെന്ന് മുട്ടുകുത്തുകയും പ്രാർത്ഥിക്കുകയും കൈകൂപ്പുകയും ചെയ്യുന്ന എന്തിന് എന്ന് നമ്മുടെ ഭാഷയിൽ ചോദിച്ചാൽ പറയാം. ആരെയും വെറുപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. അവരുടെ ആരെ കണ്ടാലും അവരുടെ കൂട്ടത്തിൽ കൂടുകയും, നമ്മുടെ കൂടെ പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ടെന്ന് പറഞ്ഞാൽ ഓടി അവരുടെ കൂടെ പോകുകയും, അല്ല ഇവിടെയാണ് വിടുതലെന്ന് പറഞ്ഞാൽ ഇവിടേക്ക് ഓടി വരികയും, വിടുതലെന്നും സൗഖ്യമെന്നും അത്ഭുതമെന്നും അടയാളമെന്നും കേൾക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി വല്ലാതെ അലഞ്ഞു പോകുന്നൊരു സിറ്റുവേഷൻ. അന്നും എന്നും ഏത് കാലവും ഈ സിറ്റുവേഷൻ ഉണ്ട്, ഇന്നുമുണ്ട്. ഇന്നും ജനങ്ങളെ ഏറ്റവും അധികം സംശയത്തിലാഴ്ത്തുന്ന ഒരു വിഷയമുണ്ട്. അവിടെ അത്ഭുതം, ഇവിടെ അത്ഭുതം, അവരുടെ കൂടെ പോയാൽ അത്ഭുതങ്ങൾ നടക്കും, ഒരു രോഗസൗഖ്യം നടക്കും, വിടുതൽ ലഭിക്കും, നിങ്ങളുടെ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുമെന്ന് പറയുമ്പോൾ ഓടുകയാ, നെട്ടോട്ടം ഓടുകയാ. പ്രിയരെ, ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ നൽകി തന്ന ഞാൻ ആലോചന കൈമാറാം. വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു: യഹോവയുടെ കൽപ്പനകളെ അനുസരിക്കുകയും അവന്റെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഏതു വിഷയത്തിൽ കർത്താവിനോട് അപേക്ഷിക്കുമ്പോൾ ഉത്തരങ്ങളെ നൽകി തരുന്നൊരു ദൈവമുണ്ട്. പ്രൈസ് ഗോഡ്. അപ്പം നമ്മളും പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ പ്രാർത്ഥനയിൽ പലരും ചോദിക്കാറുണ്ട്: നീ ഇത്രയും കാലം പ്രാർത്ഥിച്ചിട്ട്, ഇത്രയും നാളും ഈ ബൈബിളും എടുത്തുകൊണ്ട് നടന്നിട്ട് എന്താ പ്രയോജനം? ഇതൊക്കെ വിട്ടുകളഞ്ഞിട്ട് വേറെ വല്ല പണിക്ക് പോയിക്കൂടെ?
എന്നൊക്കെ നമ്മെ ആക്ഷേപിച്ചും കളിയാക്കിയും ഒക്കെ പറയാറുണ്ട്. പ്രിയരെ, ദൈവത്തിന് നമ്മോട് സംസാരിക്കാനുള്ള ഹൃദയംഗമായി പരമാർത്ഥ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന ദൈവമക്കളോട് സംസാരിക്കാൻ ഒരു ദൂതുണ്ട് പരിശുദ്ധാത്മാവിന്. അതിപ്രകാരമാണ് നാം വായിച്ച വേദഭാഗം. ജനമെല്ലാം അത് കണ്ട് കവിണു വീണു എന്ന അടുത്ത പദം പറഞ്ഞു, യഹോവ തന്നെ ദൈവം. 21 വാക്യത്തിൽ ജനം ഏലിയാവ് പറയുന്നത് കേട്ട് മിണ്ടാതിരിക്കുന്നു. ബാലി ദൈവമെങ്കിൽ അവനെ ആരാധിക്കാം, അനുഗമിപ്പാം. യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിക്കുവീൻ എന്നൊക്കെ ഏലിയാവ് അഭിപ്രായം പറയുമ്പോൾ, അവരോട് പറയുമ്പോൾ മിണ്ടാതിരുന്ന ജനം. ആ വാക്യം ശ്രദ്ധിക്കണം. 39 വാക്യത്തിൽ ജനമെല്ലാം കവിണു വീഴുന്നു. അത് കാരണമുണ്ട്. അതിനൊരു കാരണമുണ്ട്. അത് തൊട്ട് മുകളിലത്തെ വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അവർ തമ്മിൽ ഒരു ചലഞ്ച് ചെയ്യുകയാണ്. നിങ്ങൾക്കാകുന്നത് പോലെ നിങ്ങളുടെ ദേവന്മാരോട് അപേക്ഷിക്കുക, പ്രാർത്ഥിക്കുക, വിളിക്കുക. തീ കൊണ്ട് ഉത്തരവരുളുന്നവനെ സത്യദൈവമെന്ന് വിളിക്കുമെന്ന് ഏലിയാവ് വെക്കുന്ന, അല്ലെങ്കിൽ അവർ തമ്മിൽ ആലോചിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്ന, തുനിയുന്നൊരു കാഴ്ച തൊട്ടു മുൻപിലത്തെ വേദഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നു. അവിടെ പരിചിതമാണ്. അശേരയുടെയും ബാലിന്റെയും 400, 450, 850 പ്രവാചകന്മാർ ചേർന്നിരുന്ന് മറുസൈഡിൽ ഏലിയാവും ഒറ്റയ്ക്ക് നിന്ന് പ്രാർത്ഥനയ്ക്ക് മുൻപിൽ നിന്ന് പ്രാർത്ഥന നയിക്കുമ്പോൾ അവർ ബാലിനെ വിളിക്കുന്നു. ബാലെ ഉത്തരമരുളുക, ബാലെ ഉത്തരമരുളുക എന്ന് പ്രഭാത സമയം മുതൽ ഉച്ചവരെ വിളിച്ചിട്ടും യാതൊരു തരത്തിലുള്ള മറുപടിയോ യാതൊരു തരത്തിലുള്ള ഉത്തരവോ കിട്ടാതെ വന്നപ്പോൾ ഏലിയാവ് അവരെ പരിഹസിക്കുകയാണ്. പ്രിയരെ, ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ നാം ഒരു പക്ഷെ പ്രാർത്ഥിച്ചു മടുത്തുപോയവരായിരിക്കാം. ഉപവസിച്ചും പ്രാർത്ഥിച്ചും കരഞ്ഞും ദൈവസന്നിധിയിൽ ഇരുന്നും മടുപ്പ് വന്നവരായിരിക്കാം. ഒരു പക്ഷെങ്കിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ പറയുമ്പോൾ, ഇനി എന്തിന് പ്രാർത്ഥിക്കണം? ഞാൻ ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് വലിയതായ ഒരു സംഭവങ്ങളും വലിയൊരു മറുപടികളും വലിയൊരു ചലനങ്ങളും എൻ്റെ വിഷയത്തിലൊന്നും കാണുന്നില്ല. ഇനി എന്തിനാ പ്രാർത്ഥിക്കേണ്ടതെന്നൊക്കെ ഒരു ചോദ്യം നമ്മുടെ മുൻപിൽ കാണും. എന്നാൽ പരിശുദ്ധാത്മാവിന് നമ്മളോട് ഇടപെടാൻ, ദൈവത്തിന് നമുക്ക് മറുപടി തരാൻ ആഗ്രഹമുണ്ട്. പ്രിയരെ, നമ്മളെ ചോദ്യചിഹ്നത്തിന്റെ മുൾമുനയിൽ നിർത്തിയ, നിന്റെ ദൈവം എവിടെയെന്ന് ചോദിച്ച, നീ കഷ്ടതയുടെ നടുവിൽ നടന്നിട്ടും, ഇത്രയും വേദനയ്ക്കകത്തും ഇത്രയും രോഗത്തിനകത്തും ഇത്രയും ഒറ്റപ്പെടലിനകത്തും നടന്നിട്ടും നിന്റെ ദൈവം എവിടെയെന്ന് ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് കർത്താവിന് മറുപടി കൊടുക്കാനുണ്ട്. പ്രൈസ് ഗോഡ്. രാവിലെ മുതൽ ഉച്ചവരെ ബാലിന്റെ പ്രവാചകന്മാർ ബാലെ ഉത്തരമരുളുക എന്ന് വിളിച്ചിട്ട് മറുപടി കിട്ടാതിരുന്നപ്പോൾ നാം വായിച്ച വേദഭാഗത്തിന്റെ തൊട്ട് 37 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നീ ദൈവം തന്നെ യഹോവേ, നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ച് എന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമരുളണമേ എന്ന് ഏലിയാവിന്റെ ഒറ്റ പ്രാർത്ഥന. ഒരുപാട് നേരത്തെ പ്രാർത്ഥനയൊന്നുമില്ല, വിശ്വാസത്തോടു കൂടിയ, നീ തന്നെ ദൈവമെന്ന് ഈ ജനമൊന്ന് അറിയണമെന്നുള്ള ഒറ്റ പ്രാർത്ഥനയിൽ 38 വാക്യത്തിൽ ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു, തോട്ടിലെ വെള്ളവും വറ്റിപ്പോയി. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി. പ്രിയരെ, എന്നെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. മടുത്തുപോയവരായിട്ടല്ല, ക്ഷീണിച്ചു പോയവരായിട്ടല്ല. ഒറ്റ പ്രാർത്ഥന, വിശ്വാസത്തോടു കൂടിയുള്ള ഒറ്റ പ്രാർത്ഥന. യഹോവേ, നീ തന്നെ ദൈവമെന്ന് തെളിയിക്കുന്ന വിധത്തിൽ ഈ വിഷയത്തിന് മറുപടി തരണമെന്ന്. യഹോവേ, നീ തന്നെ ദൈവമെന്ന് ഇവർ മനസ്സിലാക്കേണ്ട വിധത്തിൽ ഈ വിഷയത്തിനൊരു നീക്കുപോക്ക് തരണമെന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേർ തയ്യാറാകും? ഇന്ന് താങ്കളോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്, താങ്കളുടെ ആ മാറ്റിവെച്ച വിഷയമില്ലേ, മറുപടി ഇല്ലെന്ന് പറഞ്ഞ വിഷയമില്ലേ, നീക്കുപോക്ക് കിട്ടത്തില്ലെന്ന് പറഞ്ഞ വിഷയമില്ലേ, അതിനകത്തൊരു മറുപടി തരാൻ പരിശുദ്ധാത്മാവിന് താങ്കളോട് സ്തോത്രം ഇടപെടാനുണ്ട്, മറുപടി തരാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒറ്റ പ്രാർത്ഥന, യഹോവേ, നീ തന്നെ ദൈവം, നീ ജനം അറിയണം. എലിയാവിന്റെ ആ പ്രാർത്ഥനയിൽ ജനമെല്ലാം കവിണ് വീണു. അത് കണ്ട് ജനമെല്ലാം കവിണ് വീണ് പറയുകയാണ്,
തഴുത്തത്തോടെ യഹോവയെ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവം. അതേ പ്രിയമുള്ളവരെ, യഹോവ തന്നെ ദൈവം എന്ന് പറയാൻ പോവുകയാണ്. നാം ആരാധിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമെന്നും മറുപടി തരുന്ന ദൈവമെന്നും പറയാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടും ദൈവാശ്രയ ബോധ്യത്തോടും വിശ്വാസത്തോടും ദൈവസന്നിധിയിൽ നമുക്ക് മുൻപോട്ട് പോകാം. യഹോവ തന്നെ ദൈവമെന്ന് തെളിയിക്കുന്ന സമയങ്ങൾ വെളിപ്പെടാൻ പോകുന്നു. പ്രാർത്ഥനയോടെ ക്ഷീണിക്കാതെ മുൻപോട്ട് പോകാൻ കർത്താവ് വചനങ്ങളാൽ നമ്മെ അവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.